organophosphate poisoning, mechanism of action, clinical features as well as treatment. So first coming to organophosphate compounds. Organophosphate compounds basically എന്താണ്? So organophosphates are basically irreversible ആയിട്ടുള്ള acetylcholine esterase inhibitors ആണ്. Okay. So they basically irreversible acetylcholine esterase inhibitors. So if we take acetylcholine esterase in the structure, that is അതിന് രണ്ട് sides ഉണ്ട്. That is actually the esteratic site and then an anionic site. അപ്പോൾ anionic site negatively charged. So coming to acetylcholine, acetylcholine choline entity എന്ന് പറയുന്നത് ഒരു positively charged ആയിട്ടുള്ള entity ആണ്. So that's why it will be attracted to this anionic site and hence the acetylcholine will be broken into acetate plus choline. Okay. Yes. So that's the mechanism of action of acetylcholine. Now അതൊന്നുമല്ല നമുക്ക് ഇവിടെ important. The only thing that is bothering us is yes. So the only thing which is bothering us is എന്താണ് organophosphates ചെയ്യുന്നത്. സോ ഓർഗാനോഫോസ്ഫേറ്റ്സ് വന്നിട്ട് അതിന് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ വന്ന് ഒരു ഫോസ്ഫേറ്റ് ബോണ്ട് ഉണ്ടാക്കുക, അതാണ് അത് ചെയ്യുന്നത്. ഓക്കെ, ഒരു ഫോസ്ഫേറ്റ് ബോണ്ട് ഇവിടെ ഉണ്ടാക്കും. സോ ഈ ഫോസ്ഫേറ്റ് ബോണ്ട് ബേസിക്കലി ഉണ്ടായിക്കഴിഞ്ഞ് കുറച്ച് സമയത്തിന് ശേഷം ഇറ്റ് വിൽ ബി റീപ്ലേസ്ഡ് വിത്ത് എ ഫ്യൂ മോർ സ്ട്രോങ്ങർ ബോണ്ട്സ്. അത് വന്നിട്ട് ദിസ് ഫോസ്ഫേറ്റ് ബോണ്ട് ആദ്യം ഇനീഷ്യലി ഒരു ഫോസ്ഫേറ്റ് ബോണ്ട് ഉണ്ടാക്കും, ദാറ്റ് ഇസ് വിത്ത് എസ്റ്റാറ്റിക് സൈറ്റ്. അഗൈൻ അത് കുറച്ച് കൂടിയനം ബോണ്ട് ഉണ്ടാക്കും. ആ കൂടിയനം ബോണ്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ ആർക്കും പിന്നെ രക്ഷിക്കാൻ പറ്റില്ല നമുക്ക്. അപ്പോൾ ആർക്കും പിന്നെ ഈ എസ്റ്ററേസിനെ രക്ഷിക്കാൻ പറ്റില്ല, അത് കംപ്ലീറ്റ്ലി ഇനാക്ടിവേറ്റിംഗ്. സോ വാട്ട് ഇറ്റ് ബേസിക്കലി ഡസ് ദാറ്റ് ബൈ ഫോർമേഷൻ ഓഫ് ദ ഫോസ്ഫേറ്റ് ബോണ്ട് ഇത് ഈ ഒരു അസറ്റൈൽ കൊളീൻ എസ്റ്ററേസിനെ ഫോസ്ഫോറിലേറ്റ് ചെയ്യുകയാണ്. ഓക്കെ, ഇറ്റ് ഇസ് ഫോസ്ഫോറിലേറ്റിംഗ് ഇറ്റ് ആൻഡ് ലീഡിങ് ടു ഇറ്റ്സ് ഡീആക്ടിവേഷൻ. So എന്ത് പറ്റും? So when the original acetylcholine comes, it is not able to bind because organophosphate has already formed a lot of bonds here. മനസ്സിലായി? സോ അതാണ്. സോ നൗ നമ്മൾ എന്താണ് ഇത് കാരണം ഉണ്ടാകുന്ന ക്ലിനിക്കൽ ഫീച്ചേഴ്സ് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സോ വാട്ട് ആർ ദ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് ഓഫ് ഓപ്പിയോയിഡ് പോയ്സണിംഗ്? മെക്കാനിസം ഓഫ് ആക്ഷൻ ഇതാണ് ക്ലിനിക്കൽ ഫീച്ചേഴ്സ്. കമ്മിങ് ടു ക്ലിനിക്കൽ ഫീച്ചേഴ്സ്, ഇതിന് അസറ്റൈൽകോളിൻ ഇൻഹിബിറ്റർ ആണ്. acetylcholine concentration കുറയും. I'm really sorry. acetylcholine concentration കുറയല്ല എന്ന് കൂടുകയാണ്. ബിക്കോസ് acetylcholine എസ്ട്രേസിനെ ഇല്ലാതാക്കും, വിച്ച് മീൻസ് ദാറ്റ് acetylcholine concentration കൂടും അല്ലേ. സോ കൂടിയാൽ എന്തൊക്കെ സംഭവിക്കും? സോ acetylcholineൻ്റെ റിസപ്റ്റേഴ്സ് ദാറ്റ് ഇസ് മെയിൻലി ഇത് ആക്ട് ചെയ്യുന്ന M3-യിലായിരിക്കും. M3 വൈഡ്ലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്, പല സ്ഥലങ്ങളിലുണ്ട്. ദാറ്റ് നമുക്ക് സ്പെസിഫിക്കലി പറഞ്ഞ ബ്രോങ്കൈ, ബ്ലഡ് വെസൽസ്, salivary glands, eyes, bladder, ഇതൊക്കെ എടുക്കാം നമുക്ക്. ഓക്കെ, ദെൻ M1 പറയുകയാണെങ്കിൽ ഓക്കെ, M1 ഇസ് പ്രസൻറ്റ് ഇൻ ദ CNS ഓൾസോ. സോ ഇവിടെയൊക്കെ ബ്രോങ്കൈ എന്ന് പറഞ്ഞാലത്തേക്കും ഇൻക്രീസ്ഡ് കോൺട്രാക്ഷൻ വിച്ച് ലീഡ്സ് ടു ബ്രോങ്കോ കൺസ്ട്രിക്ഷൻ. ബ്ലഡ് വെസൽസിലാണെങ്കിൽ വാസോ ഡയലേഷൻ ആണ്. എന്തുകൊണ്ടാണ് വാസോ ഡയലേഷൻ? Always M3 act in vasodilation greater than vasoconstriction. Why? Because of the stimulation of vasodilation predominates. Vasodilation greater than vasoconstriction because of the stimulation of endothelial nitric oxide synthase. Okay, അതുകൊണ്ടാണ്. പിന്നെ salivary glands ഉണ്ടായാൽ salivary glandsഉം ഐസും ഇൻക്രീസ്ഡ് salivation as well as lacrimation and പിന്നെ വളരെ എന്താണ് involuntary micturition. So these are the features of clinical features of organophosphate poisoning. Okay. Then നമുക്ക് പറയാനുള്ള എങ്ങനെയാണ് ഇതിൻ്റെ ട്രീറ്റ്മെൻ്റ് ആണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ട്രീറ്റ്മെൻറ്റ് ഇസ് ഫസ്റ്റ് അബൌട്ട് മെയിൻറ്റെയിനിങ് ദ പേറ്റൻസി ഓഫ് എയർവേസ്. ഓക്കെ, അപ്പോൾ പേറ്റൻറ്റ് എയർവേസ് എൻഷുർ ചെയ്യണം ഫസ്റ്റ് ഓഫ് ഓൾ. പിന്നെ ഡീഹൈഡ്രേറ്റഡ് ആവാതെ നോക്കണം. ഡീഹൈഡ്രേഷൻ മസ്റ്റ് ബി പ്രിവെൻറ്റഡ്. ഓക്കെ, നൗ കമ്മിങ് ടു സം ആൻറ്റിഡോട്ട്സ്. അപ്പോൾ ചില ആൻറ്റിഡോട്ട്സ് നമുക്ക് യൂസ് ചെയ്യാം. ദാറ്റ് ഇസ് എന്തൊക്കെയാണ് ദ ആൻറ്റിഡോട്ട്സ്? സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ആൻറ്റിഡോട്ടാണ് അട്രോപ്പിൻ. സോ ഫസ്റ്റ് ആൻറ്റിഡോട്ട് ഇസ് അട്രോപ്പിൻ. അട്രോപ്പിൻ്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ അട്രോപ്പിൻ ആസ് പ്ലസ് acetylcholine, both of them are competing for the same receptors. So basically atropine is a competitive inhibitor of acetylcholine. Okay,
Now the second antidote that we use is oxines. അപ്പോൾ oxines what they basically do is that അവർ നമ്മുടെ ഇവിടുത്തെ സൈറ്റ് ഉണ്ടല്ലോ, that is estratic site and anionic site. Okay, so ഇവിടെ ഇവർ വന്നു, that is the organophosphates came, they actually formed a phosphate bond. So basically oximes എന്ത് ചെയ്യും എന്ന് പറഞ്ഞാൽ, oximes are basically positively charged entities because അവർക്കൊരു quaternary nitrogen അല്ലെങ്കിൽ quaternary nitrogen ഉണ്ട്, which means that ആ ഒരു nitrogen ഇപ്പോൾ 4 valencies fulfilled ആയാൽ അവർ positively charged ആവും. So that's why these oximes, they will be binding, they will come and then they will bind to the anionic site. Okay, come and bind to the anionic site. Then what they do is that ഈ oximesന്റെ ഒരു end, ഈ oxime end, they will be reacting with the phosphate of organophosphates. ഇവരുമായിട്ട് റിയാക്ട് ചെയ്യും. സോ ഇവരുമായിട്ട് റിയാക്ട് ചെയ്താൽ these oximes, ഈ organophosphatesന്റെ P ഇരിക്കും. This P will be taken up by these oximes. ഈ oximes എടുത്തു കഴിഞ്ഞാൽ എന്ത് പറ്റും, ഈ എൻസൈമിന് എന്താ സംഭവിക്കാൻ പോകുന്നത്, this enzyme was already phosphorylated by the formation of this phosphate bond, റൈറ്റ്. അപ്പോൾ ഈ ഫോസ്ഫേറ്റിനെ ഇവരെടുത്തിട്ടു, ദാറ്റ്സ് ഐ മീൻ ഞാൻ ഉദ്ദേശിച്ചത് ഒരു ഫോസ്ഫേറ്റിനെ തന്നെയാണ്, ദാറ്റ്സ് ഈ ഓർഗനോഫോസ്ഫേറ്റ്സിന് ഉണ്ടായിരുന്ന ഫോസ്ഫേറ്റ് ആണല്ലോ ഇത്. അപ്പോൾ ഈ കോമ്പൗണ്ട്സിനകത്തുള്ള ഈ ഒരു ഫോസ്ഫേറ്റ് എൻറ്റിറ്റി, ദാറ്റ് ഈസ് ഈ ഒരു ഫോസ്ഫേറ്റ് ആറ്റത്തിനെ, ഫോസ്ഫറസിനെ ഇവർ പിടിക്കും, ദാറ്റ് ഈസ് ഓക്സൈൻസ് എടുക്കും. സോ വാട്ട് ഹാപ്പൻസ് ടു ദിസ്, ഇറ്റ് ബിക്കംസ് ദിസ് എൻസൈം ബിക്കംസ് ഡീഫോസ്ഫോറിലേറ്റഡ്, മീൻസ് ഇപ്പോൾ ഇത്ര നേരം ഫോസ്ഫോറിലേറ്റഡ് ആയിരുന്നു. സോ വാട്ട് ഹാപ്പൻസ് ടു ദ എൻസൈം ഇസ് ദാറ്റ് ഇറ്റ് ഈസ് ഗോയിങ് ടു ബിക്കം ഡീഫോസ്ഫോറിലേറ്റഡ്. സോ എൻസൈം ഡീഫോസ്ഫോറിലേറ്റഡ് ആയ what can happen to it, it becomes active. അപ്പോൾ ആക്റ്റീവ് ആയി കഴിഞ്ഞാൽ what can happen, അവിടെ നിന്നും കൊണ്ടുപോയില്ലേ. So that's why when the actual acetylcholine comes, it will be able to bind to it. അപ്പോൾ that is what happens. That is how oximes can actually revert this. So the most common treatment എന്ന് പറഞ്ഞാൽ അത് അട്രോപ്പിനാണ്. പക്ഷേ if you talk about the most specific treatment എന്ന് പറഞ്ഞാൽ അത് basically oximes ആണ്. Okay, so that is a difference between them. Now finally there are certain other entities which certain other antidotes which we can use, that is reversible acetylcholinesterase. A reversible acetylcholinesterase എന്ന് പറഞ്ഞാൽ basically നമ്മൾ പറയുന്നത് carbamates and non-carbamates പറ്റിയിട്ടാണ്. So they can actually, the carbamates and non-carbamates, they can come and bind to the astatic as well as the astatic and the anionic sites, and anionic sites നിന്ന് bind ചെയ്യാം and so that the organophosphates won't be able to bind. അത് തന്നെയാണ്. ആൻഡ് നമ്മൾ ഈ കാർബമേറ്റ്സിനെ പറ്റി പറയുമ്പോൾ ഒരാളെയും കൂടെ ആഡ് ചെയ്യേണ്ടി വരും, ദാറ്റ് ഇസ് എഡ്രോഫോണിയം. എഡ്രോഫോണിയം എന്ന് പറയുമ്പോഴത്തേക്കും എഡ്രോഫോണിയം ഒരു വളരെ ഷോർട്ട് ആക്ടിംഗ് ആയിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു ഡ്രഗാണ്. വൈ? ബിക്കോസ് എഡ്രോഫോണിയത്തിന് ഒരു കാര്യമുണ്ട്, ദാറ്റ് ഇസ് കാർബമേറ്റ്സ് നോൺ കാർബമേറ്റ്സ് അവർ ശരിക്കും പറഞ്ഞാൽ എല്ലായിടത്തും വന്ന് ബൈൻഡ് ചെയ്യും, ദാറ്റ് ഇസ് എസ്റ്റാറ്റിക്കിലും ആനിയോണിക്കിലും ബൈൻഡ് ചെയ്യാൻ പറ്റേണ്ടവരാണ്. പക്ഷേ എഡ്രോഫോണിയത്തിന് ദേ ക്യാൻ ഓൺലി ഫോം വീക്ക് അയോണിക് ബോണ്ട്, അതും വെറും വീക്കായിട്ടുള്ള അയോണിക് bonds with the anionic site on. So that's why the duration of action is very much reduced compared to other carbonates and non-carbonates. Okay, so that is about it. So ശരിക്കും പറഞ്ഞാൽ this എട്രോഫോണിയം എൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ക്ലിനിക്കൽ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ, സിൻസ് ഇങ്ങനെ ഷോർട്ട് ആക്ടിംഗ് ആയിട്ടുള്ള ഡ്രഗ്സിന് വി cannot use the treatment of any diseases, we can't use it for cure, so that's why we'll be using it as ഒരു diagnostic ആയിട്ട് യൂസ് ചെയ്യാം, ഒരു ഡയഗ്നോസ്റ്റിക് ഡ്രഗ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ദാറ്റ് ഈസ് ഓൾസോ കോൾഡ്, അപ്പോൾ ഈ എട്രോഫോണി യൂസ് ചെയ്ത് ചെയ്യുന്ന ടെസ്റ്റിൻ്റെ പേരാണ് ടെൻസിലൻ ടെസ്റ്റ്. ഓക്കെ, യെസ്, സോ ദാറ്റ് ഈസ് അബൌട്ട് എട്രോഫോണി. സോ താങ്ക് യു ഫോർ വാച്ചിങ്.